എല്ലാവർക്കും ഐസി ഫോഴ്സിന്റെ പൈത്തൺ സീരീസ് പാർട്ട് 7 വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലിസ്റ്റിനെ കുറിച്ചാണ് പഠിച്ചത്. ഇന്ന് നമുക്ക് പൈത്തൺ ഡിക്ഷണറിയെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയി നോക്കാം. സോ വാട്ട് ഈസ് എ ഡിക്ഷണറി? പൈത്തണിൽ ഡിക്ഷണറി കീ വാല്യൂ പെയേഴ്സിന്റെ കളക്ഷനാണ്. അതിൽ ഓരോ കീയും ഓരോ സ്പെസിഫിക് വാല്യൂവിനെ മാപ്പ് ചെയ്യും. നിങ്ങൾ റിയൽ വേൾഡ് ഡിക്ഷണറി ഇമാജിൻ ചെയ്യൂ. അതിൽ ഓരോ വേർഡിനും അതിൻ്റെതായ ഡെഫിനിഷൻ ഉണ്ട്. അതുപോലെ ഇവിടെയും കീ വാല്യൂ പെയേഴ്സായി സ്റ്റോർ ചെയ്യുന്നു. നിങ്ങൾക്ക് ഈ ഒരു എക്സാമ്പിൾ നോക്കിയാൽ മനസ്സിലാവും. നെയിം എന്നൊരു കീയിൽ ആലിസ് എന്ന വാല്യൂ ആണ് നമ്മൾ കൊടുത്തേക്കുന്നത്. അതുപോലെ ഏജും സിറ്റിയും കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് നെയിം ആക്സസ് ചെയ്യണമെങ്കിൽ നെയിം കീ ഉപയോഗിക്കുക. ഇനി നമുക്ക് ഡിക്ഷണറിയിൽ ഐറ്റംസ് ചേഞ്ച് ചെയ്യുന്നത് നോക്കാം. ഇത് വേരിയബിൾ അപ്ഡേറ്റ് ചെയ്യുന്നത് പോലെ വളരെ എളുപ്പമാണ്. കീ ആക്സസ് ചെയ്ത് പുതിയ വാല്യൂ കൊടുക്കുക. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഏജിൻ്റെ വാല്യൂ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഈ ചേഞ്ച് ഡിക്ഷണറിയിൽ നേരിട്ട് സംഭവിക്കും. ഇനി ഓൾറെഡി ഇല്ലാത്ത ഒരു കീ ആഡ് ചെയ്ത് നോക്കാം. ഞാനിവിടെ ഇമെയിൽ എന്ന കീ ആഡ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഔട്ട്പുട്ടിൽ കാണാൻ സാധിക്കും കീ ഇല്ലെങ്കിൽ അത് പുതിയതായി ക്രിയേറ്റ് ചെയ്യും. ഇതുപോലെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഡിക്ഷണറിയിൽ ഐറ്റംസ് ആഡ് ചെയ്യുന്നതും ചേഞ്ച് ചെയ്യുന്നതും വളരെ സിമിലർ ആണ്. ഇവിടെ ഞാൻ കൺട്രി എന്നതൊരു കീ ആയിട്ട് കൊടുക്കുന്നു. അതിൻ്റെ വാല്യൂ USA ആയി ക്രിയേറ്റ് ചെയ്തു. അതുപോലെ നിങ്ങൾക്ക് അപ്ഡേറ്റ് മെത്തേഡ് ഉപയോഗിച്ച് മൾട്ടിപ്പിൾ ഐറ്റംസ് ആഡ് ആക്കാൻ കഴിയുന്നതാണ്. ഞാനിവിടെ ജോബും സ്റ്റാറ്റസും ഒരുമിച്ച് ക്രിയേറ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് ഐറ്റംസ് റിമൂവ് ചെയ്യുന്നത് നോക്കാം. അതിനുവേണ്ടി നിങ്ങൾക്ക് ഡിലീറ്റ് കീവേഡ് ഉപയോഗിക്കാം. ഈ എക്സാമ്പിൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും സിറ്റി എന്ന കീ ഡിലീറ്റ് കീവേഡ് ഉപയോഗിച്ച് ഡിലീറ്റ് ചെയ്തിരിക്കുന്നു. ഐറ്റംസ് റിമൂവ് ചെയ്യാനുള്ള മറ്റൊരു മെത്തേഡാണ് പോപ്പ്. ഇവിടെ ഞാൻ പോപ്പ് മെത്തേഡ് ഉപയോഗിച്ച് ഏജിനെ ഡിലീറ്റ് ചെയ്തു. ശേഷം പോപ്പ് ചെയ്ത വാല്യൂ റിട്ടേൺ ചെയ്തു. ഫൈനലി നമുക്ക് പോപ്പ് ഐറ്റം നോക്കാം. ഇത് അവസാനമായി ചേർത്ത കീ വാല്യൂ പെയറിനെ റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. ഇവിടെ ഞാൻ ലാസ്റ്റിൽ ചേർത്ത സിറ്റിയും ന്യൂയോർക്കും റിമൂവ് ചെയ്തു. ഇനി നമുക്ക് ഡിക്ഷണറിയിൽ ലൂപ്പിംഗ് നോക്കാം. പൈത്തണിൽ ലൂപ്പിംഗ് വളരെ ഈസിയാണ്. ഡിക്ഷണറിയിൽ ലൂപ്പ് ചെയ്യാൻ ഫോർ ലൂപ്പ് ഉപയോഗിക്കാം. ഞാനിവിടെ കീയിൽ ലൂപ്പ് ചെയ്യുന്നു. ഇനി നിങ്ങൾക്ക് വാല്യൂസിൽ ലൂപ്പ് ചെയ്യണമെങ്കിൽ ഫോർ വാല്യൂസ് എന്ന് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഒരേ സമയം കീയും വാല്യൂവും ലൂപ്പ് ചെയ്യണമെങ്കിൽ ഡോട്ട് ഐറ്റംസ് കൊടുക്കുക. അടുത്തതായി ഡിക്ഷണറി കോപ്പി ചെയ്യുന്നത് നോക്കാം. ഇതിന് ഈസിയായി കോപ്പി മെത്തേഡ് ഉപയോഗിക്കാം. ഇനി നമുക്ക് നെസ്റ്റഡ് ഡിക്ഷണറീസ് നോക്കാം. ഒരു ഡിക്ഷണറിക്കുള്ളിൽ മറ്റൊരു ഡിക്ഷണറി ഡിഫൈൻ ചെയ്യുന്നതിനെയാണ് നെസ്റ്റഡ് ഡിക്ഷണറി എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് കൂടുതൽ കോംപ്ലക്സ് ഡേറ്റ സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കാൻ സഹായിക്കും. ഞാനിവിടെ 2 ഡിക്ഷണറി person 1 person 2 ക്രിയേറ്റ് ചെയ്യുന്നു. നെസ്റ്റഡ് ഡിക്ഷണറിയിൽ വാല്യൂസ് ആക്സസ് ചെയ്യാൻ മൾട്ടിപ്പിൾ കീസ് ഉപയോഗിക്കാം. ഇവിടെ ഞാൻ person 1ൽ നിന്നും നെയിം ആക്സസ് ചെയ്യുന്നു. ഇതിൽ ആലിസ് ഔട്ട്പുട്ടായി കിട്ടി. ഇതിൽ നമുക്ക് മോഡിഫൈ ചെയ്യാനും കഴിയും. ഞാനിവിടെ ആലിസിൻ്റെ ഏജ് 25നെ 26 ആയി മോഡിഫൈ ചെയ്യുന്നു. ഏജ് ഈക്വൽസ് 26 കൊടുത്തു. ഫൈനലി നമുക്ക് ഡിക്ഷണറി മെത്തേഡ്സ് നോക്കാം. നമ്മളിപ്പോൾ ഗെറ്റ്, അപ്ഡേറ്റ്, കോപ്പി എന്നീ മെത്തേഡ്സ് പഠിച്ചു. ഇതുപോലെ കുറച്ചുകൂടി മെത്തേഡ്സ് ഉണ്ട്. ആദ്യമായി കീസ്. ഇത് ഡിക്ഷണറിയിലെ എല്ലാ കീസും റിട്ടേൺ ചെയ്യും. വാല്യൂസ്. ഇത് ഡിക്ഷണറിയിലെ എല്ലാ വാല്യൂസും റിട്ടേൺ ചെയ്യും. ഐറ്റംസ്. ഇത് ഡിക്ഷണറിയിലെ എല്ലാ കീ വാല്യൂ പെയേഴ്സായി റിട്ടേൺ ചെയ്യും. ക്ലിയർ. ഇത് ഡിക്ഷണറിയിലെ എല്ലാ ഐറ്റംസും റിമൂവ് ചെയ്യും. ഇത്രയുമാണ് ഡിക്ഷണറിയിലെ പ്രധാനപ്പെട്ട മെത്തേഡ്സ്. ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് ഫയൽ ഹാൻഡ്ലിങ്ങിനെ കുറിച്ച് പഠിക്കാം. താങ്ക് യു.